ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ IT സ്കൂൾ ഉബുണ്ടുവിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നിലവിൽ ഇതിനകത്ത് ഇൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചാണ് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്നത്. എന്നാൽ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളം ടൈപ്പിങ്ങിൽ പ്രാവീണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ടൈപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കും ആനുപാതികമായി ഏത് മലയാളം അക്ഷരമാണ് അല്ലെങ്കിൽ ഏത് മലയാള ചിഹ്നമാണ് വരുന്നതെന്ന് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്കൊരു വലിയ പാരഗ്രാഫൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസിയായി എങ്ങനെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാം. അതായത് നമ്മൾ ഫോണിലൊക്കെ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ കീബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമല്ലോ. അതായത് നമ്മൾ ആ ഒരു ഉച്ചാരണം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്ന സംവിധാനം നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആ സംവിധാനം നമുക്കെങ്ങനെ ഈ ഒരു IT സ്കൂളിൻ്റെ ഉബുണ്ടുവിനകത്ത് ഉപയോഗിക്കാമെന്നാണ് കാണിച്ചിരുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വർണ്ണം പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ട്രാൻസ്ലേറ്ററാണ്. അതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്ററാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്ലേറ്ററാണ്. മലയാളം കൂടാതെ മറ്റ് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. നമുക്ക് മലയാളം എങ്ങനെ ഇതുപയോഗിച്ച് ടൈപ്പ് ചെയ്യാമെന്നും ഈ ടൈപ്പ് ചെയ്ത മലയാളം നമുക്കെങ്ങനെ ലിബ്രെ ഓഫീസ് വേഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് റൈറ്ററിനകത്ത് എങ്ങനെ കൊണ്ടുവരാമെന്നുമാണ് ഇന്ന് കാണിച്ചു തരുന്നത്. എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ആരും തന്നെ വീഡിയോകൾ ഷെയർ ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് കണ്ടു പോകുന്നതേ ഉള്ളൂ. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഒന്ന് യൂസ്ഫുൾ ആവും. അതുപോലെ നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ശരി, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടി ലിബ്രെ ഓഫീസ് തുറന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ നോർമൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് വരുന്നുണ്ട്. നമുക്കത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധാരണ IT സ്കൂളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്രീനിൻ്റെ മുകളിൽ കാണുന്ന EN എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ മലയാളം എൻഹാൻസ്ഡ് ഇൻസ്ക്രിപ്റ്റ് വിത്ത് റുപ്പി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഓരോ അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ A ടൈപ്പ് ചെയ്യണം. ASDFGHJKL. അപ്പോൾ നമ്മൾ ഓരോ ഇംഗ്ലീഷ് അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോഴും അതിന് ആനുപാതികമായിട്ടുള്ള ഒരു മലയാള അക്ഷരം അവിടെ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കും ആനുപാതികമായി ഏത് മലയാളം അക്ഷരമാണ് വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഓരോ കീ പ്രസ് ചെയ്യുമ്പോഴും അതിന് ഈക്വലായിട്ട് ഏത് അക്ഷരമാണോ വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നമുക്ക് മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന പോലെ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് വളരെ എളുപ്പത്തിൽ, അതായത് ഇംഗ്ലീഷിൽ നമ്മൾ ഉച്ചാരണം ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സർവീസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ മോസില്ല ഫയർഫോക്സ് ഓപ്പൺ ചെയ്യുക, അവിടെ ഇംഗ്ലീഷ് ആക്കുക. ഇംഗ്ലീഷ് ആക്കിയിട്ട് നമുക്ക് varnamproject.com എന്ന് സെർച്ച് ചെയ്യുക. varnamproject.com അതൊരു ഓപ്പൺ സോഴ്സ് ട്രാൻസ്ലേറ്ററാണ്. ഇന്ത്യൻ ഭാഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ട്രാൻസ്ലേറ്ററാണ്. ഓക്കെ, ഇവിടെ ഈ പേജിൻ്റെ അകത്ത് ഇവിടെ ട്രൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് സ്പേസ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ ഞാൻ നമസ്കാരം എന്ന് ടൈപ്പ് ചെയ്യണം. നമസ്കാരം എന്ന് ടൈപ്പ് ചെയ്ത് പോകുന്നു. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കാണുക. ഞാനിവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ കറക്റ്റ് മലയാളം അവിടെ കൺവേർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. നമുക്ക് ഈ ഒരു മലയാളത്തിനെ ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തെടുത്ത് എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. ഇനി നമ്മൾ ലിബ്രെ ഓഫീസ് റൈറ്ററിലേക്ക് വരുന്നു. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുന്നു. കാണുക, നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഒരു മലയാളം ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ആവശ്യമെങ്കിൽ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേറെ മലയാളം ഫോണ്ട് ഉണ്ട്. രചന എന്ന് പറയുന്ന ഫോണ്ട് കിടക്കുന്നത് നമ്മളിവിടെ മാറ്റി രഘു മലയാളം എന്ന ഫോണ്ടിലേക്ക് മാറ്റി. അതുപോലെ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് വേറെ ഫോണ്ടുകളൊക്കെ നമുക്കിവിടെ ചിലങ്ക അതിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് മലയാള അക്ഷരങ്ങളിലേക്ക് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു വലിയ പാരഗ്രാഫൊക്കെ നമ്മൾ ഇൻസ്ക്രിപ്റ്റ് വെച്ചിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ കീക്കും ആനുപാതികമായി ഏതൊക്കെ അക്ഷരങ്ങളാണ് വരുന്നത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ അങ്ങനെ ടൈപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു വർണ്ണം പ്രോജക്റ്റ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യും. ഇവിടെ മലയാളം മാത്രമല്ല, തെലുങ്ക്, സംസ്കൃതം, അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകൾക്കും ഈ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. അപ്പോൾ മലയാളമാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു ഉച്ചാരണം എങ്ങനെയാണോ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്, ആ മംഗ്ലീഷ് എന്ന് പറയുമല്ലോ, ആ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളാണ്. And the dash and 2 and the can and the cone and the pack 2 and the can and the cone and the pack 2 and the can and the cone and the pack 2 and the can and the cone and the pack.